സോ ഇതാണ് മിറ്റൻസ്. ഞാൻ ഒരു 5 സെറ്റ് വെച്ചെടുക്കുന്നുണ്ട്. മിറ്റൻസും കൂട്ടീസും ക്യാപ്സും എല്ലാം ഓരോന്നും 5 സെറ്റ് വെച്ചെടുക്കുന്നുണ്ട്. ക്യാപ്സ്. നെക്സ്റ്റ് ഞാൻ കീപ്പ് ചെയ്യുന്നത് കുറച്ച് ടവൽസ് ആണ്. ഫേസ് ടവൽസും ആണ് അതിന്റെ പേര്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല, കുറച്ച് സോഫ്റ്റ് ടവൽസ് ആണ്. നമുക്ക് എന്തിനാണെങ്കിലും യൂസ് ചെയ്യാം. ഫേസ് തുടയ്ക്കാനോ, കൈ തുടയ്ക്കാനോ, കാല് തുടയ്ക്കാനോ അങ്ങനെ എന്ത് ആവശ്യം വന്നാലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെക്കുന്ന കുറച്ച് ടവൽസ്. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ വെക്കുന്നത് കുറച്ച് മസ്ലിന്റെ ടവൽസ് ആണ്. ഇത് വലിയ ടവൽസ് അല്ല കേട്ടോ, ചെറുതാണ്. നമുക്ക് വർക്ക് ക്ലോത്ത് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞി ടവൽ. ഈ ഒരു സൈസിൽ വരുന്ന കുഞ്ഞി കുറച്ച് ടവൽ. പിന്നെ ഞാൻ എടുത്ത് വെക്കുന്ന കുറച്ച് സ്വാഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മസ്ലിന്റെ ടവൽസ് ആണ്. ഇത് 100x100 സെന്റിമീറ്റർ വരുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. സോ ഇതും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് തുണികൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഡയപ്പേഴ്സ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് അടുത്തത് ഒരു റിസീവിംഗ് ടവലാണ്. ഫുഡഡ് ക്യാപ്പ് വരുന്ന ഒരു വൈറ്റ് റിസീവിംഗ് ടവൽ. ഇത് നമുക്ക് കിൻഡറിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. കിൻഡറിന്ന് നമുക്ക് താഴെക്കടയിൽ പോയപ്പോൾ കിട്ടിയ സാധനമാണിത്. സോ ഇതും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ഫുഡഡ് ടവൽ തന്നെയാണ്. കുറച്ചുകൂടി കോസി ആയിട്ടുള്ള, തണുപ്പൊക്കെ കൂടുതലുള്ള സമയത്ത് അല്ലെങ്കിൽ എ സിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യൂട്ട് ഫുഡഡ് ടവലാണ്. ശരിയൊക്കെ ഉണ്ട് കണ്ടോ. സോ നെക്സ്റ്റ് ഐറ്റം ഇതാണ്. അതല്ല, ഞാൻ വേറെ കാണിച്ചു തരാം. വേറെ കാണിച്ചു ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡയപ്പേഴ്സ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഡയപ്പേഴ്സ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പില് ക്ലോത്ത് ഡയപ്പേഴ്സും വെക്കുന്നുണ്ട്. ഇത് ഇത്തിരി നോർമൽ അല്ല, ഇത്തിരി പാഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ്. അത്യാവശ്യം ഒരു പി 2 പി ബേബീസിന്റെ ഒക്കെ 2 പി ഒക്കെ ഇത് ഹോൾഡ് ചെയ്യും. ഇവിടെ എന്തായാലും വരത്തില്ല, അത്രയൊക്കെ ഇത് ഹോൾഡ് ചെയ്യും. ഞാൻ വെള്ളം ഒഴിച്ച് നോക്കിയിടണം. സോ അത് ഞാൻ കുറച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഒരു ഡ്രൈ ഷീറ്റും വെക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഫസ്റ്റ് ബേബീസ് വരുമ്പോൾ ഞാൻ മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് കേട്ടിട്ടുള്ളത്. ചിലർ പറയുന്നുണ്ട് ഈ ഡയപ്പറാണ് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുക, ചിലർ പറയുന്നുണ്ട് ക്ലോത്ത് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. സോ ലോങ് ടേമിൽ എനിക്ക് ക്ലോത്ത് യൂസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഫസ്റ്റ് ഡേ എന്താവും എങ്ങനെ സിറ്റുവേഷൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഇത് രണ്ടും കീപ്പ് ചെയ്യുന്നുണ്ട്. 2 പാക്കറ്റ്, ഇത് ഒരു 70s വരുന്ന 2 പാമ്പേഴ്സിന്റെ ഡയപ്പേഴ്സ്, അതുപോലെ ഈ ക്ലോത്ത് ഡയപ്പേഴ്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഡയപ്പേഴ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിക്കോൺ ഡയപ്പേഴ്സ് വേണം വാങ്ങാൻ. പാൻസ് വാങ്ങരുത്. അതായത് കുഞ്ഞു ബേബീസിന് പാൻസ് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിക്കോൺ ഡയപ്പേഴ്സ് ആയിരിക്കും ബെറ്റർ. സോ അത് ചെയ്യും. പിന്നെ നമുക്ക് വൈപ്സ് വേണം. വാട്ടർ ബേസ്ഡ് വൈപ്സ് ആണ്. പിന്നെ നെയിൽ ട്രിമേഴ്സ് ഞാൻ വെക്കുന്നുണ്ട്. നെയിൽ ട്രിമേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില ബേബീസിന് ജനിക്കുമ്പോഴേ കയ്യിൽ നഖമൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു നെയിൽ ട്രിമർ ഞാൻ വെക്കുന്നുണ്ട്. ദെൻ ഇത് ഇതൊരു ടോയ് ആണ്. ഇത് എന്തിനാ ഞാൻ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇത് എനിക്ക് ബേബി വരുമ്പോൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ബേബിക്ക് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറെ കാലം മുമ്പ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ചതാണ്. സോ അതുകൊണ്ട് ഞാൻ ഇതും എടുത്ത് വെക്കുന്നുണ്ട്.